പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേക്ക് തന്നെ ആമേൻ. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. പരിശുദ്ധാവായ ദൈവപുത്ര, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. പരിശുദ്ധ റൂഹായ ദൈവമേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. നാശമില്ലാത്ത പ്രബലനായ കർത്താവും താർക്കികന്മാരാൽ പരിശോധിക്കപ്പെടുവാൻ പാടില്ലാത്ത തൃത്വവും വിജ്ഞാനികൾക്ക് ഗ്രാഹ്യനല്ലാത്ത ദൈവത്വവും മനുഷ്യജ്ഞാനത്തിനപ്പുറമായ കുണുമാകളും തൻ്റെ ഉണ്മയെ ചിന്തിച്ച സകല ബുദ്ധികളും ഭ്രമിക്കത്തക്ക സാരാംശവും തൻ്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന കർത്താവുമായിരിക്കുന്ന തനിക്ക് മാത്രം സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് 19-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, സർവാധിപതിയും സർവശക്തനും സർവത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന വിശ്വസൃഷ്ടാവായ യഹോവയുടെ രചനകളെ കുറിച്ച് പാടുന്ന 2 സങ്കീർത്തനങ്ങളാണ് 19-ാം സങ്കീർത്തനമെന്ന് ഭാഷയും വൃത്തവും പരിശോധിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ആദ്യ കൃതിയിൽ പ്രത്യക്ഷമാകുന്ന യഹോവയുടെ മഹത്വത്തിന്റെ വിവരണമാണെങ്കിൽ 2-ാം ഭാഗം യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള സ്തുതിഗീതമാണ്. പ്രകൃതിയും വെളിപാടുമാകുന്ന 2 രചനകളും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. മാനവരവും വേദപുസ്തകവും ദൈവത്തിന്റെ വെളിപാടുകളാണ്. സൂര്യേന്ദ്രന്മാരടങ്ങുന്ന നക്ഷത്രവ്യൂഹങ്ങൾ ബാഹ്യലോകത്തെ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ സീനായ് മല വെച്ച് മോശിക്കുന്നില്ല. ന്യായപ്രമാണം മനുഷ്യന്റെ ആന്തരാത്മാവിനെ വെളിച്ചം പകരുന്നു. ആധുനികർക്കുള്ള വാന നിരീക്ഷണ സൗകര്യവും വിജ്ഞാന സമ്പത്തും പഴയ പുതിയ നിയമങ്ങൾ ഒന്നിച്ചുള്ള വേദപുസ്തകവും ദാവീദിന്റെ കണ്ണുകൾ കണ്ട നഭോമണ്ഡലത്തെക്കാളും കരങ്ങളെടുത്ത ന്യായപ്രമാണ ഗ്രന്ഥങ്ങളെക്കാളും അർത്ഥസമ്പൂർണവുമാണ്. ഒരു വലിയ പ്രകൃതി നിരീക്ഷകനായിരുന്നു സങ്കീർത്തനക്കാരൻ. മനോഹരമായ ഒരു വസ്തു, ചിത്രമോ എന്തുമാകട്ടെ, കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മിൽ ഉയരുന്ന ചോദ്യം, ആരാണ് അതിൻ്റെ നിർമ്മിതാവ് എന്നായിരിക്കും. ചെഞ്ചായമണിഞ്ഞ സന്ധ്യ, അരുണോദയ കാന്തി, നീലാകാശത്തിലെ നക്ഷത്രജാലങ്ങൾ, ഇവയെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചിന്ത സൃഷ്ടാവായ ദൈവത്തിലേക്കും അവിടുത്തെ സൃഷ്ടി വൈഭവത്തിലേക്കും എത്തുന്നു. സ്വന്തമൊഴിച്ച് ബാക്കിയൊന്നും നല്ലതല്ലെന്ന് ചിന്തിക്കുകയും നല്ലത് കണ്ടാൽ അഭിനന്ദിക്കാതിരിക്കുകയും ചെയ്യുന്ന കശ്മല ഹൃദയർക്ക് ഇത് മനസ്സിലാകില്ല. ദാവീദിനെ പോലെ ദൈവത്തോട് ചേർന്നിരിക്കുകയും അവിടുത്തെ വരദാനങ്ങൾ രുചിച്ചറിയുകയും ചെയ്യുന്നവന് സൃഷ്ടാവിൻ്റെ സൃഷ്ടി കണ്ട് ആനന്ദ തുന്തിരനാകുവാൻ കഴിയും. ദൈവത്തിന്റെ കൈവേലയായ ആകാശവും അതിലുള്ളവയും ദൈവമഹത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ന്യായപ്രമാണത്തിന്റെ സവിശേഷതയും പ്രവർത്തനങ്ങളും തികവുള്ളതും പ്രാണനെ തണുപ്പിക്കുന്നതും ആകുന്നു. ഇവിടെ മോശയുടെ ന്യായപ്രമാണങ്ങൾ മാത്രം പോരാ, തിരുവെഴുത്ത് മുഴുവനും നാം എടുക്കേണ്ടിയിരിക്കുന്നു. അത് തികവുള്ളതായത് ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ടാണ്. അത് വിശ്വാസയോഗ്യവും സത്യസന്ധവും വസ്തുനിഷ്ഠവുമാണ്. അത് അത്ഭുതികളെ ജ്ഞാനികളാക്കുന്നു. അവ നേരുള്ളതാണ്, കെട്ടുകഥകളല്ല, മനുഷ്യഭാവനെ മെനഞ്ഞെടുത്തതല്ല, നിർമ്മലമായതുകൊണ്ട് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തനം അവസാനിക്കുന്നത് മനോഹരമായ പ്രാർത്ഥനയോടുകൂടിയാണ്. ഈ പ്രാർത്ഥനയിൽ ദൈവത്തെ പാറയും വീണ്ടെടുപ്പുകാരും സംബോധന ചെയ്യുന്നു. ഈ അണ്ടകടാഹങ്ങളെ മെനഞ്ഞുണ്ടാക്കുകയും തികവുള്ള ന്യായപ്രമാണം നമുക്ക് നൽകുകയും ചെയ്തിട്ടുള്ള ദൈവീയ സന്നിധിയിൽ ഇരുന്ന് ധ്യാനപൂർവ്വം നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ചിന്തിക്കാം. ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർക്കാം. സ്വർഗരാജാവ് നമ്മുടെ ബലഹീനവും കുറവുള്ളതുമായ പ്രാർത്ഥന സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.